നമസ്കാരം, തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. വീടിന്റെ മുറ്റം മനോഹരമാക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്റ്റോൺസ് ഏറ്റവും ക്വാളിറ്റിയുള്ളത് വേണം. ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നും. ഫ്ലോറിംഗിൽ ഏറ്റവും ബെസ്റ്റ് പാസ്കോ പേവിംഗ് ആൻഡ് യൂറോ ടൈൽസ്. നിർമ്മാണത്തിലെ സമാനതകളില്ലാത്ത ക്വാളിറ്റി, വിദഗ്ധരായ തൊഴിലാളികളും ഇൻസ്റ്റലേഷനിലെ കൃത്യതയും. കുറഞ്ഞ ചെലവിൽ വീട് നിർമ്മിക്കാൻ ആവശ്യമായ ലോക്ക് ബ്രിക്സിന്റെയും ഹോളോ ബ്രിക്സ്, AAC ബ്ലോക്സ്, ജാളികൾ എന്നിവയുടെയും ഗംഭീര കളക്ഷൻ. ഇതെല്ലാം ഇത്രയും വിലക്കുറവിൽ. നിങ്ങളുടെ മുറ്റങ്ങൾക്ക് പാസ്കോയുടെ ഉറപ്പ്. പാസ്കോ. ചൂരൽമലയെയും മുണ്ടക്കയ്യെയും പിടിച്ചുകുലുക്കിയ ഉരുൾപൊട്ടലുണ്ടായിട്ട് ഇന്ന് 8 ദിവസം. കേരളത്തിന്റെ നെഞ്ചുനീറ്റിയ ഒരാഴ്ചയാണ് കടന്നുപോയത്. കേരളത്തിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ദുരന്തത്തിൽ ഓരോ ദിവസവും ഉയരുന്ന മരണസംഖ്യയിൽ വിറങ്ങലിച്ചു നിൽക്കുകയാണ് നാടാകെ. വയനാട്ടിലെ 3 ഗ്രാമങ്ങളെ വിഴുങ്ങിയപ്പോൾ അവർക്ക് വേണ്ടി രാജ്യമൊന്നാകെ കൈകോർത്തു. രക്ഷാപ്രവർത്തനത്തിന് പോലീസും സൈന്യവും അഗ്നിരക്ഷാ സേനയുമടക്കം പാഞ്ഞെത്തി. സർക്കാർ വകുപ്പുകളും രാഷ്ട്രീയ മത സാമൂഹിക സംഘടനകളും വ്യക്തികളും വയനാടിനായി കൈകോർത്തു. അയൽ സംസ്ഥാനങ്ങളും സഹായഹസ്തവുമായി എത്തി. ദുരന്തമുണ്ടായി ഒരാഴ്ച പിന്നിടുമ്പോഴും കാണാതായവർക്കായി തിരച്ചിൽ തുടരുകയാണ്. വയനാട്ടിൽ തമിഴ്നാട് അതിർത്തിയോട് ചേർന്നുള്ള മനോഹര ഗ്രാമങ്ങളായിരുന്നു ചൂരൽമലയും മുണ്ടക്കൈയും പുഞ്ചിരിമട്ടവും. മുണ്ടക്കൈയിൽ മലയാളികൾ മാത്രമല്ല താമസിച്ചിരുന്നത്. എസ്റ്റേറ്റ് പാടികളിൽ തമിഴരും കന്നഡിഗരും അടക്കമുള്ള ഇതര സംസ്ഥാനക്കാരും ധാരാളമുണ്ടായിരുന്നു. ജൂലൈ 29 ചൊവ്വാഴ്ച പുലർച്ചെ 1 മണിയോടെയാണ് ചൂരൽമലയിൽ ഉരുൾപൊട്ടിയത്. 4 മണിയോടെ മുണ്ടക്കൈയിലും ഉരുൾപൊട്ടി. മേപ്പാടി പഞ്ചായത്തിലെ 10, 11, 12 വാർഡുകളെ ദുരന്തം ബാധിച്ചു. 1721 വീടുകളിലായി 4833 പേരാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ചൂരൽമലയിൽ 671 കുടുംബങ്ങളിൽ 2162 ആളുകളും, മുണ്ടക്കൈയിൽ 451 കുടുംബങ്ങളിൽ 1247 ആളുകളും, അട്ടമലയിൽ 601 കുടുംബങ്ങളിലായി 1424 പേരുമാണ് ഉണ്ടായിരുന്നത്. ഇന്ന് സൂചിപ്പാറയിലെ സൺറൈസ് വാലി മേഖലയിൽ തിരച്ചിൽ നടത്തുന്നുണ്ട്. നേരത്തെ പരിശോധന നടത്താനാകാത്ത മേഖലയാണിത്. വ്യോമസേന ഹെലികോപ്റ്റർ വഴിയാകും ദൗത്യസംഘത്തെ മേഖലയിൽ എത്തിക്കുക. ഉരുൾപൊട്ടലിൽ മരിച്ച തിരിച്ചറിയാത്തവരുടെ മൃതദേഹം കഴിഞ്ഞ ദിവസം പുത്തുമലയിൽ കൂട്ടമായി സംസ്കരിച്ചിരുന്നു. 29 മൃതദേഹങ്ങളും 154 ശരീരഭാഗങ്ങളുമാണ് ഒരുമിച്ച് സംസ്കരിച്ചത്. മൃതദേഹം ബന്ധുക്കൾക്ക് പിന്നീട് തിരിച്ചറിയുവാനുള്ള അടയാളങ്ങളോടെ സർവ്വമത പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് സംസ്കാരം നടത്തിയത്. വൈകിട്ട് 4 മണിയോടെ തുടങ്ങിയ ചടങ്ങുകൾ രാത്രിയോടെയാണ് പൂർത്തിയായത്. ഇന്ന് 22 പേരുടെ മൃതദേഹങ്ങൾ കൂടി സർവ്വമത പ്രാർത്ഥനയ്ക്ക് ശേഷം സംസ്കരിച്ചു. പുത്തുമലയിൽ ഹാരിസൺ മലയാളത്തിന്റെ ഭൂമിയിലാണ് സംസ്കാരം നടന്നത്. മണ്ണ് മാറ്റി നടത്തിയ തിരച്ചിലും ചാലിയാർ പുഴയിൽ നിന്നുമടക്കം ലഭിച്ച തിരിച്ചറിയാത്ത ശരീരഭാഗങ്ങളാണ് ഇന്ന് സംസ്കരിച്ചത്. പ്രത്യേക നമ്പർ രേഖപ്പെടുത്തിയ ശേഷമാണ് സംസ്കാരം നടന്നത്. ഇത് 3-ാം ദിവസമാണ് കൂട്ടസംസ്കാരം നടക്കുന്നത്. ന്യൂസ് ഡെസ്ക്, തിരൂരങ്ങാടി ടുഡേ.